കൈയിട്ടാന്ന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇത് ആധുനിക സമൂഹം അവർ പറയും മീറ്റു എന്നെയും പ്രയാസപ്പെടുത്തിയ ദിവസം ഓരോ പെണ്ണുങ്ങളും വരിക. ഇതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ഈ ജാതി വൃത്തികേട് അനുവദിക്കാൻ പാടില്ല. മീറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വയസ്സായ ആൾക്കാർ കേട്ടണമെന്നറിയില്ല. സ്ത്രീകൾ ഇങ്ങനെ പറയാം, ജോലി സ്ഥലങ്ങളിൽ ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെ പ്രയാസപ്പെടുത്തി, ഞങ്ങൾ അങ്ങനെ ആക്കി, ഞങ്ങളെ ചൂഷണം ചെയ്തു. ഇത് പാടില്ല എന്നുള്ളത് കൊണ്ട്, ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ടല്ലേ ഇസ്ലാം അത് വിലക്കിയത്. നീ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയരാക്കപ്പെടാതിരിക്കാനല്ലേ ഇസ്ലാം ഇത് പറഞ്ഞത്. അള്ളാഹു ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ ഖുർആൻ എന്താ പറഞ്ഞത്? അവർ ചാരിത്രമുള്ളവരാണ് എന്ന്, അത് ശ്രദ്ധിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയപ്പെടാൻ അവർ ഈ വേഷം ധരിക്കണം. അല്ലേ? വേഷം ധരിച്ചാൽ അവർ കണ്ടാൽ മനസ്സിലാവും, സ്ത്രീകളെ കണ്ടാൽ മനസ്സിലാക്കും അവർ ചാരിത്രം ആഗ്രഹിക്കുന്നവരാണ്. വലായുദൈൻ, അവർ മറ്റുള്ളവരെ കൊണ്ട്, അവരുടെ കൈകൾ കൊണ്ട് ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ്. അള്ളാഹു ഈ ദീനിലെ നിയമം നിശ്ചയിച്ചത് ഉപദ്രവിക്കാനല്ല, ഉപദ്രവത്തിൽ നിന്ന് തടയാനാണ്. പക്ഷേ ഇന്ന് ആളുകൾ പറഞ്ഞ് എന്തോ വസ്ത്രം ധരിക്കാന്നുള്ള എന്തൊരു ഉപദ്രവം പോലെ ആക്കിയിട്ടുണ്ട്. പറഞ്ഞു കേട്ടാൽ മുസ്ലിങ്ങൾ എല്ലാവരും വസ്ത്രം ഊരി വെച്ചിട്ടാണ് നടക്കുന്നത്. എല്ലാ പുരുഷന്മാരും വസ്ത്രം ഇട്ടിട്ടല്ലേ നടക്കുന്നത്. ആകെ കയ്യും മുഖം അല്ലാതെ നമ്മൾ പലരുടെയും ശരീരത്തിൽ പുറത്തേക്ക് കാണുന്നില്ല. സ്ത്രീകൾ കൂടുതലായി മറക്കണം. കാരണം സ്ത്രീകൾ ഒരു ദുർബല, ശാരീരികമായ ദൗർബല്യം അവർക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. അപ്പോൾ അവരെ മോശം ചിന്തകൾ ഹൃദയത്തിലുള്ളവർ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ആണുങ്ങൾ നന്നായാൽ പോരെ, പെണ്ണുങ്ങളോട് ഇതിനെ മറക്കാൻ പറയുന്നു. ആണുങ്ങൾ ദുനിയാവിൽ എല്ലാ മനുഷ്യന്മാരും ഒരിക്കലും നന്നാവില്ല. എല്ലാ മനുഷ്യന്മാരും ദുനിയാവിൽ ഒരിക്കലും നന്നാവില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഒരാൾ പറയാൻ എൻ്റെ വീട്ടിലെ വാതിലൊന്നും ഞാൻ അടക്കൂല, കക്കുന്ന കള്ളന്മാർ നന്നാവട്ടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? എന്ത് വിഡിത്തമാണ് പറയുന്നത്? കള്ളന്മാർ ഉണ്ടാകുമോ എന്നുള്ളത് കൊണ്ടാണ് വീട് അടച്ചിടുന്നത്. എന്തുകൊണ്ടാണ് എങ്കിൽ എല്ലാ കാര്യവും ഇതുപോലെ തന്നെ പറഞ്ഞുകൂടെ? ചെറിയ കുട്ടികൾ, അവരെ നമ്മൾ വീട്ടിൽ കാത്തു സൂക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു. എന്തിനു വേണ്ടി? മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ, തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ശ്രദ്ധിക്കും, അല്ലേ? ശ്രദ്ധിക്കും. എന്തുകൊണ്ട്? കുട്ടികളെ അടിമപ്പെടുത്തുന്നതാണത്? അവരെ ഉപദ്രവിക്കുന്നതാണോ ഇത്? അല്ല, അവരെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. കുട്ടികൾ നാളൊരു സംഘടന ഉണ്ടാക്കിയിട്ട് പറയും ജനങ്ങൾ നന്നാകട്ടെ, ഞങ്ങളെന്തിനും നിങ്ങൾ വീട്ടിൽ അടച്ചിടുന്നു എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ മറുപടി പറയും? എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ആഗ്രഹിക്കപ്പെടുന്ന കാര്യങ്ങൾ അവ പുറമേക്ക് കാണിക്കാതിരിക്കുക എന്നത് കേവല ബുദ്ധിയാണ്.